ഒരു പരിപാടിയായിരുന്നു. ക്ഷണിക്കാതെ പോലും ഒരു ഹൈക്കോടതി ജഡ്ജി പോലും പങ്കെടുത്തായിട്ട് ഞാൻ ഓർക്കുന്നു. തോട്ടത്തിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്. അപ്പം അങ്ങനെ അത് നടന്നു. അതിനുശേഷമാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ. അതിനെക്കുറിച്ച് ഞാൻ ഒറ്റ വാക്ക് പറയുമ്പോൾ അന്നത്തെ DGP ലോ ആൻഡ് ഓർഡർ ആയിരുന്ന ബാലസുബ്രഹ്മണ്യം സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം സായിഗ്രാമത്തിലൊരു പരിപാടിക്ക് വന്നു. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മോളിൽ ഇങ്ങനെ ഏതോ ഒരു പ്രൊജക്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്ക ചോദിച്ചു, ആനന്ദകുമാർ, ഹൗ മച്ച് യു സഫേർഡ്? ആദ്യത്തെ സെൻറ്റൻസ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? ഐ നോ ദിസ് ഈസ് കേരള. അപ്പം ഈ 2 സെൻറ്റൻസിൽ ഞാനെല്ലാം അവതരിപ്പിക്കുന്നു. ഒരുപാട് സഫർ ചെയ്തു. സാർ പറഞ്ഞതുപോലെ ആദ്യം സ്ഥലം കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരുമില്ലാത്തൊരു തരിശു ഭൂമി പോലെ കടന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിനും പുറത്തേക്ക് പോകേണ്ടാത്തൊരു അവസ്ഥയിൽ എല്ലാ രീതിയിലും ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു ഗ്രാമം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ വിവിധ പദ്ധതികൾ എന്തൊക്കെയാണ്? 63ഓളം പ്രോജക്ട്സ് അവിടെ മാത്രമായിട്ട് നടക്കുന്നുണ്ട്. 140ഓളം അല്ലാതെ. ഏറ്റവും സമുന്നതമായിട്ട് പറയുമ്പോൾ ഇതൊരു ഗ്രാമസ്വരാജിലൂടെ സഞ്ചരിക്കുന്നതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സായിഗ്രാമത്തിൻ്റെ ഓരോ ഇഞ്ചും വളരെ എഫർട്ട് എടുത്ത് പ്ലാൻ ചെയ്തതാണ്. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊന്നുമല്ല. ഈച്ച് ആൻഡ് എവരി ഇഞ്ച് ഈസ് വെൽ പ്ലാൻഡ് എന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയും. ഇന്നും അതിലൊരു മാറ്റമില്ല. അപ്പോൾ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. സായി നാരായണ എന്നാണ് ക്യാൻറ്റീൻ്റെ പേര്. ക്യാൻറ്റീൻ തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് തുടങ്ങി. ബയോഗ്യാസ് പ്ലാന്റ് ഒന്നും പോരാഞ്ഞിട്ട് രണ്ടാമതും വെച്ചു. ക്യാൻറ്റീനിൽ സായിഗ്രാമത്തിൽ ആര് വന്നാലും അവരുടെ ID കാണിച്ചാൽ സൗജന്യമായിട്ട് താമസിക്കാം. ആര് വന്നാലും ഭക്ഷണം കൊടുക്കും. ആര് വന്നാലും വിദ്യാഭ്യാസം സൗജന്യമാണ്. ആർക്കും വൈദ്യം സഹായമാണ്. അവിടെ ബാബയുടെ വാക്കുകളാണ്, വിദ്യയും വൈദ്യവും വെള്ളവും ഒന്നും കച്ചവടം ചെയ്തെന്ന് ബാബ പഠിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മോണ്ടസോറി തുടങ്ങി IAS അക്കാഡമി വരെയുണ്ട്. 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിലൊന്നും ക്യാഷ് കൗണ്ടറില്ല. ജയകുമാർ സാറാണ് IAS അക്കാഡമിയുടെ ചെയർമാൻ. സാറും പലവണ ചോദിച്ചു, അനന്തകുമാർ ഇത് ഇത് നടത്തും, ഇത് നമ്മളെല്ലാം നടത്തണത്, ഈശ്വരനാണ് നടത്തുന്നത്, അത് തന്നെ സംശയമില്ല എന്നുള്ള രീതി. ഒരു പരിപൂർണമായിട്ടുള്ളൊരു വിശ്വാസമൊന്ന്, പിന്നെ നമ്മളൊക്കെ പഠിച്ച അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ആ പ്രിൻസിപ്പിൾ, അത് നമ്മൾ എന്ത് സംഭവിച്ചാലും അതിനൊരു കോട്ടം തട്ടാതെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ള ചെറിയ കാര്യമല്ല. സത്യം പറയുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമില്ല. പക്ഷെ സത്യം അനുസരിക്കുക എന്നുള്ളത് അതിലും കുറച്ചും കൂടെ കഠിനമായിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. സത്യസായി ബാബ പഠിപ്പിച്ചത് ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കണം. നമ്മൾ ഇന്നും അതെ. ഞങ്ങൾക്ക് ഒരുപക്ഷെ കോടികൾ കടമുണ്ട്. 150 കോടി രൂപയുടെ അസറ്റുകൾ ട്രസ്റ്റിനുണ്ടെങ്കിലും അതുപോലെ ലയബിലിറ്റീസും ഉണ്ട്. അതുപോലെയല്ല, ഞങ്ങൾക്ക് ക്യാഷ് ലയബിലിറ്റീസ് ഉണ്ട്. പക്ഷേ എങ്കിലും ഇന്നും ഇതിൽ നിന്നും ഒരു അണു മാറ്റം ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് പരമാവധി.